കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് വീലിൽ ചെറിയ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ബാക്ക് വീല് നന്നായി ബൾജായിട്ട് കിടക്കുന്നുണ്ട്. കുറച്ച് പഴയ ടയറാണ് അതിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ടയറൊന്ന് മാറണം. കൂട്ടത്തിൽ നമുക്ക് അലൈൻമെൻറ്റും ചെയ്യണം. നമ്മളിപ്പോൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ റാമ്പിൽ കിടക്കുന്ന വണ്ടി അലൈൻമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ചെയ്യാൻ. നമുക്ക് അതുവരെ എന്തായാലും ഇപ്പോൾ വെയിറ്റ് ചെയ്യാം. വണ്ടി വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത് നമ്മുടെ വണ്ടിയാണ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ബാക്ക് ടയർ അയച്ച് മാറിയിടണം. എൻ്റെ കയ്യിലൊരു പഴയ ടയറുണ്ട്, അപ്പോൾ അതാണ് ഇപ്പോൾ തൽക്കാലം ഞാൻ മാറിയിടുന്നത്. ഞാൻ അവരോട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിച്ചു കേട്ടോ, കാരണം ആ ഒരു കയ്യിലുള്ള പഴയ ടയർ എത്രത്തോളം ഓടാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അവരും പറഞ്ഞത് കുറച്ച് ഓടാൻ പറ്റുന്ന ടയറാണ്. ഏതായാലും പുതിയത് രണ്ടെണ്ണം നമുക്ക് മാറിയെടുക്കണം. ആ സമയത്ത് കുറച്ച് ഓടാം അത് വെച്ചിട്ട് എന്നുള്ളൊരു ഐഡിയയിൽ തൽക്കാലം നമ്മൾ ഈ ഒരു തീരെ ഓടാൻ പറ്റാത്ത കണ്ടീഷനിലുള്ള ഈ ഒരു ടയർ മാറി ആ ഒരു പഴയ ടയറാണ് കേട്ടോ നമ്മളെ വണ്ടിയിൽ ഇപ്പം ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും, ആ റബ്ബർ മെറ്റീരിയൽ പഴക്കം കൊണ്ടാണെന്ന് തോന്നുന്നു നന്നേ പോയിട്ടുണ്ട്. ആ സെൻറ്റർ ഭാഗങ്ങളൊക്കെ തള്ളി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വണ്ടിക്ക് അത്രയും വൈബ്രേഷൻ ഫീൽ ചെയ്തത്. അപ്പോൾ ഏതായാലും ഇതൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഈ ഒരു കയ്യിലുള്ള ഈ ഒരു പഴയ ടയർ യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു. കാരണം ഇവർ ടയറും വണ്ടിയൊക്കെ ആയി ഡീൽ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ ഇവരോട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും പറഞ്ഞു അത്യാവശ്യം ഓടാൻ പറ്റുന്ന രീതിയിൽ ആ ടയർ കണ്ടീഷൻ ഉണ്ട്. ഏതായാലും നമുക്ക് രണ്ട് പുതിയത് മാറണം. അത് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ മാറാം. തൽക്കാലത്തെ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഇത് മതിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടയർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ കെയർ ഫില്ല് ചെയ്യണം.